ഹായ് നമസ്കാരം, ഞാൻ നേമം ബൈജു. ഞാനിന്ന് പറയാൻ വന്ന വിഷയം വേറൊന്നുമുണ്ടല്ല. നമ്മുടെ നേമം ജംഗ്ഷനിൽ ആ റോഡ് പണി, അതായത് ഇപ്പോൾ ആ ക്യാമറയും കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് അവർ റോഡ് കുഴിയെടുത്തിട്ടുണ്ട്. അതായത് പുതിയ റോഡിനെ വെട്ടിപ്പൊളിച്ച് ക്യാമറയുടെ വയറിടാൻ വേണ്ടിയിട്ട് അവിടെ വെട്ടിപ്പൊളിച്ച് ഇട്ടയ്ക്കുക. ജനങ്ങളെ എങ്ങനെ കൊല്ലാം എന്നുള്ള ഒരു പഠനമാണെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്നത്. ഇത്രയും വലിയ കുഴിയാണ് കേട്ടോ. ഇത് എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിലും പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കേട്ടോ. ഒരു ബൈക്ക് വന്ന് വീഴുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഹായ് നമസ്കാരം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അവസ്ഥ കണ്ടോ. ഈ കുഴി ഇവിടുന്ന് വണ്ടി യു ടേൺ എടുത്ത് ഇവിടെ വരുമ്പോൾ വണ്ടി വീഴുന്നതാണ് പോണത്. ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ ഒരാൾ ഇവിടെ വീഴാണ്ടേ. ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് സിഗ്നലാണ്. ഈ സിഗ്നൽ ഒന്നും വർക്കാവുന്നില്ല. പോണ സിഗ്നൽ ഒന്നും വർക്കാല്ല. ഇത് ഏതാണ്ട് ഒരു മാസത്തിന് മുന്നേ ഈ സിഗ്നൽ വർക്കായി. ഇപ്പൊ ഇത് സ്കൂളും കൂടെ തുറന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് പോയി അതുകൊണ്ട് നമ്മൾ ഇത് ഈ കുഴിക്ക് ചെയ്യാൻ പോണ കാര്യം വേറൊന്നുമല്ല. നമ്മളതൊരു വാഴ നടാൻ പോവുകയാണ്. ഇവിടെ ഒരു വാഴ നമ്മൾ എന്തായാലും നല്ലൊരു വാഴയായിട്ട് നല്ല ഏത്തം പഴമെങ്കിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇവിടെ നമ്മളിവിടെ വാഴ നട്ട് ഇവിടെ നമ്മൾ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ പോവുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ വേറെ യാതൊരു കാര്യങ്ങളുമില്ല. നമ്മളത് വാഴ നട്ട് ഇവിടെ ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ പോവുകയാണ്. കാര്യം വേറൊന്നും കൊണ്ടല്ല, നല്ല ഏത്തക്കൊലയാണ്. നമുക്ക് ഇതൊരു 6 മാസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഏത്തക്കൊല വെട്ടി ഇവിടെ ട്രാഫിക് നിൽക്കുന്ന ആൾക്കാരെ തന്നെ കൊടുക്കാം. എന്തായാലും ബഹുമാനപ്പെട്ട എന്റെ അധികാരികളെ, ഇത് ഒരു കാലത്തെ കണ്ണടയ്ക്കാൻ പാടില്ല. ഇത് ഉടനെ തന്നെ ഇതിന് ഒരു നടപടി ഉണ്ടായേ പറ്റും. അപ്പോൾ ആ കുഴി ഇന്നും അവിടെ നിവർത്തിയിട്ടില്ല. ഇതിനിടയ്ക്ക് 2-3 ആക്സിഡന്റ് അവിടെയായി. ഒരു സ്ത്രീ അവിടെ വീഴുന്ന് കാലും കൈയൊക്കെ മുറിഞ്ഞു. ഇതോടെ ഡെയിലി പ്രശ്നം. കാര്യം ഈ യു ടേൺ തീണ ഭാഗത്ത കാര്യം ഈ ശ്രദ്ധിക്കാതെ ഈ റോഡ് പിന്നെ പരിചയമില്ലാത്ത ആൾക്കാർ ഈ യു ടേൺ എടുത്ത് വരുമ്പോൾ അവിടെ വണ്ടി കൊണ്ട് മറിയുക. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ നമ്മളൊരു വാഴ വയ്ക്കുകയുണ്ടായി. നല്ല ഏത്തൻ കൊലയാണ് നമ്മൾ ഏത്തനാണ് വെച്ചത്. ഒരു 6 മാസം ഈ വാഴ അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല കൊല, നല്ല സൈസുള്ള നല്ല ഏത്തൻ കൊല നമുക്ക് കിട്ടും. അപ്പോൾ ആ കുഴി അങ്ങനെ കിടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.